ബ്ലെസ്സിങ്സ്. വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഈ ഒരു ഷോർട്ട് മെസ്സേജിലേക്ക് ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളുടെ മുമ്പാകെ ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കർത്താവിൻ്റെ 12 ശിഷ്യന്മാരുടെ ജീവിതം പരിശോധിക്കുക, അവരുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ച പാഠങ്ങൾ എന്തെല്ലാമാണ് എന്നൊക്കെ പങ്കുവെക്കാനിടയായി. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സമയമുള്ളപ്പോഴൊക്കെ ആ ഒരു ഷോർട്ട് മെസ്സേജസ് കേൾക്കുക, അത് നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. ഇന്നും ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജീവിത പാഠങ്ങൾ എന്ന ഈ ടൈറ്റിലിൽ തന്നെ, ഈ സീരീസിൽ തന്നെ ബൈബിൾ കാണുന്ന പല വ്യക്തികളുടെയും ജീവിതം പരിശോധിച്ച് നമുക്ക് ആ ജീവിതത്തിൽ നിന്ന് എന്തെല്ലാം പഠിക്കാനുണ്ട്. ചിലതിൽ നിന്ന് നല്ലത് പഠിക്കാനുണ്ട്, ചിലതിൽ നിന്ന് മോശമായ കാര്യങ്ങളുണ്ട് ചിലർ ചെയ്ത്. അതൊന്നും നമ്മൾ ജീവിതം ചെയ്യരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊരു പാഠം കർത്താവിൻ്റെ ഗൈഡൻസ് ആണ്. ഇത് നിങ്ങൾക്ക് പറ്റാവുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അതൊരു അനുഗ്രഹമായിരിക്കും. ഇന്ന് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് പഴയ നിയമത്തിൽ കാണുന്ന ഒരു ശക്തനായ ഒരു പ്രവാചകൻ. എനിക്ക് ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകന്മാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു പ്രവാചകനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു മനസ്സ് എന്തോ ഒരു കണക്ഷൻ ഉള്ളതുപോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതുപോലത്തെ ഒരു ശക്തനായ ഒരു പ്രവാചകൻ. വാസ്തവത്തിൽ ആ പ്രവാചകന്റെ പേര് തന്നെയാണ് എൻ്റെ സർനെയിം. അതുകൊണ്ട് ആ പ്രവാചകനാണ് ഞാനെന്നല്ല പറയുന്നത്, പക്ഷെ ആ പ്രവാചകന്റെ സർനെയിമാണ് എൻ്റെ പേര്, ആൽബിൻ ഏലിയാസ്. ഇത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റാരുമല്ല, കർത്താവിൻ്റെ ശക്തനായ ഒരു പ്രവാചകനായ ഏലിയാവിനെ കുറിച്ച് തന്നെയാണ്. എൻ്റെ സർനെയിമിൽ ഏലിയാസ് എന്നാണ്. അത് എലൈജയുടെ ഇംഗ്ലീഷ് പേരാണ് ഏലിയാസ്. എനിക്ക് ഏലിയാവിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വരുന്നത്, മറ്റാരും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാനില്ലാത്തപ്പോഴും അദ്ദേഹം ഈ സ്റ്റുഡ് സ്റ്റാൻഡ് അലോൺ അഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് കിങ്സ് ഓഫ് ദി ഇസ്രായേൽ. നിങ്ങൾക്ക് കൂടുതൽ ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വിശദീകരിക്കുന്നില്ല. ഇസ്രായേൽ ഭരിച്ച രാജാക്കന്മാരിൽ ഏറ്റവും മോശപ്പെട്ട, ദൈവത്തിനെതിരെ ഏറ്റവും കൂടുതൽ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്ത, പലരും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ദൈവത്തിന് അനിഷ്ടമായുള്ള ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും മോശ കാലഘട്ടം എന്ന് പറയാൻ കഴിയുന്ന ആഹാബിൻ്റെ ഭാര്യയായ ജസബെലും അല്ലെങ്കിൽ ആ രാജ്യം ഭരിച്ച കാലഘട്ടമാണ്. ആ നാളുകളിൽ ദൈവം എഴുന്നേൽപ്പിച്ച ഒരു പ്രവാചകനാണ് ഏലിയാവ്. ഏലിയാവിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയത്തില്ല. ചിലരൊക്കെ ഏലിയാവിന് ഒരു ഇൻകാർണേഷൻ പല വ്യാഖ്യാനങ്ങൾ പറയാറുണ്ട്. ഞാൻ ആ വ്യാഖ്യാനത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ 17-ാം അധ്യായം 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1-ാം വാക്യം മുതലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പെട്ടെന്ന് ഒരു പ്രവാചകനോടെ പ്രത്യക്ഷമാകുന്ന പോലെ നമുക്ക് കാണാം. എന്നാൽ ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ, കണ്ടോ, അത്രയും ദുഷ്ടനായ ഒരു രാജാവിൻ്റെ മുമ്പാകെ ചെന്ന്, കൊട്ടാരത്തിൽ ചെന്ന രാജാവിൻ്റെ മുഖം നോക്കി ദൂത് പറയാ, ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടില്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഈ ദേശത്തുണ്ടാകില്ല. ഒത്തിരി പൊളിറ്റിക്കൽ സപ്പോർട്ട്, അദ്ദേഹത്തിന് വേറെ സപ്പോർട്ട്, ഒത്തിരി ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്, വലിയ ബിഗ് ചർച്ചിൻ്റെ പാസ്റ്ററാണ് എന്നൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഒറ്റയ്ക്ക് നിന്ന് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് കാണാം. 18-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 19-ാം വാക്യം, എന്നാൽ ഇപ്പോൾ ആളയച്ചല്ല ഇസ്രായേലിനെ ബാലിൻ്റെ 450 പ്രവാചകന്മാരെ ഇസബേലിൻ്റെ മേശയിൽ ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെ കർമ്മേൽ പർവ്വതത്തിൽ എൻ്റെ അടുക്കൽ കൂട്ടുവരുത്തുവിൻ. കേട്ടോ, 850 ആഹാബ് നിൽക്കുന്നു, ഇസബേല് അവരുടെ പ്രവാചകന്മാർ 850 പ്രവാചകന്മാർക്കെതിരെ മന്ത്രവാദം ചെയ്യുന്ന, കൂടോത്രം ചെയ്യുന്ന, ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്ന ഇവന്മാർക്കെതിരെ ഒറ്റയ്ക്ക് ഏലിയാവ് നിന്നു. ഒരു ദാവീദിനെ പോലെ. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതം പഠിക്കും കാണാം. യഹോവയുടെ നാമത്തിൽ, ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്, ഹല്ലേലൂയ, സ്തോത്രം, സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഒറ്റയ്ക്ക് രാജ്യം മുഴുവൻ വിറങ്ങിലിച്ച് നിന്ന ഒരു ഗൊലിയാത്തിന്റെ മുമ്പാകെ നിന്നവനാണ് ദാവീദ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഉയർത്തും. ഈ കർമ്മേൽ പർവ്വതത്തിൽ ഈ പ്രവാചകന്മാരുടെ മുമ്പാകെയൊക്കെ അവർ കാണുക തീ ഇറക്കിയ പ്രവാചകനാണ്. അതിനുശേഷം ഏലിയാവിന് പ്രതിസന്ധി ഉണ്ടായോ? ഏലിയാവിന് പ്രതിസന്ധി ഉണ്ടായി. നിങ്ങൾക്ക് ചിലപ്പോൾ പ്രതിസന്ധി ഉണ്ടായേക്കാം. പക്ഷേ ദൈവം നിങ്ങളെ ഒറ്റയ്ക്ക് നിർത്താൻ
ആഗ്രഹിക്കുന്നെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുക. ദൈവം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇതിനു ശേഷം ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണം അധികവും ചെയ്യുമാറാകട്ടെ. അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഏലിയാവ് അവിടെ ഒന്ന് ഭയപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്ക് ഉൾപ്പെടെ ബർഷേബയിൽ ചെന്ന് അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസം വഴി ചെന്ന് ഒരു ചൂരച്ചെടിയിൽ തണലിരുന്ന് മരിക്കുവാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആഹാരത്തിന് ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബോളം തളർന്നു. ഹല്ലേലൂയ. നമുക്ക് ഇവിടെ കാണാൻ കഴിയും, ദൈവത്തിൻ്റെ ശക്തനായ പ്രവാചകന് പോലും ഒരു വീക്ക് പോയിന്റ് അല്ലെങ്കിൽ ഒരു ലോ പോയിന്റ് ജീവിതത്തിലുണ്ടായി. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു ലോ പോയിന്റ് ഉണ്ടായേക്കാം. പക്ഷേ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കണം, അവിടെ നമ്മളെ തട്ടി ഉണർത്തുവാൻ ഹല്ലേലൂയ കർത്താവ് ഒരു ദൂതനെ അയച്ചിരിക്കും. ഹല്ലേലൂയ. അതൊരു മനുഷ്യനായിരിക്കാം, ഒരു പാസ്റ്റർ ആയിരിക്കാം, നിങ്ങളുടെ ഒരു സഹോദരനായിരിക്കാം, സഹോദരി ആയിരിക്കാം. പക്ഷെ ദൈവം നിങ്ങളെ ആ ഒരു മേഖലയിൽ നിന്ന് നിങ്ങളെ കൈ പിടിച്ചെഴുന്നേൽപ്പിക്കും. നിങ്ങൾക്കൊരു ദൂര യാത്ര പോകാനുണ്ട്. ഞാൻ ഇതിൽ ചിലരോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ തളർന്ന ഒരു ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് നിങ്ങളോട് പറയാം, എഴുന്നേൽക്കുക. നിനക്കൊരു ദൂരെ യാത്ര ചെയ്യാനുണ്ട്. നിനക്ക് ചിലർ അഭിഷേകം ചെയ്യാനുണ്ട്. നിനക്കൊരു എലീശയെ അഭിഷേകം ചെയ്യാനുണ്ട്. നിനക്ക് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാനുണ്ട്. നിനക്ക് രാജാക്കന്മാരോട് ദൂത് പറയാനുണ്ട്. ഏലിയാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഫെയ്ത്ത്, ഹി ഹാസ് ഫെയ്ത്ത് ഇൻ ഗോഡ്സ് പ്രൊവിഷൻ. ഹല്ലേലൂയ സ്തോത്രം. 17-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, 3-4 വായിക്കുമ്പോൾ, നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് കിഴക്കോട്ട് ചെന്ന യോർദാന് കിഴക്കുള്ള കൊരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ പാർത്തു. ദൈവം ഒരു പ്രൊവിഷൻ ഒരുക്കിയത് കണ്ടേ. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്നാൽ ദേശത്ത് മഴ പെയ്യാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് പറ്റിപ്പോയി. അപ്പോൾ യഹോവ ദൈവം പറയാണ്, നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് അല്ലെങ്കിൽ സീദോന് ചേർന്ന സരാഫാത്തിലെ ചെന്ന് അവിടെ പാർക്കുക. നീ എന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ഏലിയാവ് മഴ നിർത്തിയതോടുകൂടി ദേശത്ത് വലിയ ക്ഷാമം ഉണ്ടായി. പക്ഷെ ആ ക്ഷാമം തൊടാതെ വണ്ണം ഒരു പ്രൊവിഷൻ അടയുമ്പോൾ മറ്റൊരു പ്രൊവിഷനിലേക്ക് ദൈവം നടത്തിക്കൊണ്ടേയിരുന്നു. എത്ര വലിയ റിസഷനിലൂടെ, എത്ര വലിയ പ്രോബ്ലംസിലൂടെ, അല്ലെങ്കിൽ സ്കേഴ്സിറ്റിയിലൂടെ കടന്നു പോയാലും ദൈവത്തിന് അവിടെ ഒരു പ്രൊവിഷൻ നമുക്ക് വേണ്ടി, ഒരു മിറാക്കുലസ് പ്രൊവിഷൻ ഒരുക്കാൻ ദൈവത്തിന് ശക്തിയുണ്ട്. വിശ്വസിക്കുക. ഒരു ഏലിയാവിനെ പോലെ. ഏലിയാവ് ഭയങ്കര ശക്തമായി പ്രാർത്ഥിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബൈബിളിൽ നോക്കുക. ഹല്ലേലൂയ. മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിച്ച ഒരു വ്യക്തി. നമുക്ക് 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ അതിൻ്റെ 42 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ആഹാവ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തൻ്റെ ബാല്യക്കാരനോട് മുഴങ്കാലുകളിൽ നടുവിൽ വെച്ചു. അതായത് ഇറ്റ്സ് എ പോസ്റ്റർ ഓഫ് പ്രേയർ. തൻ്റെ ബാല്യക്കാരനോട് നീ ചെന്ന് കടലിനെ നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് അവൻ പറഞ്ഞു. അതിന് പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക. 7-ാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അതിനവൻ നീ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാണ്ടിരിക്കേണ്ട രഥം പൂട്ടി ഇറങ്ങിപ്പോവുക എന്ന് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്ത് വൻമഴ പെയ്തു. ഹല്ലേലൂയ. കണ്ടോ, 3.5 വർഷമായി ദേശത്ത് മഴയില്ലാതിരിക്കുക. ഏലിയാവ് തന്നെയാണ് പ്രാർത്ഥിച്ച മഴ അടച്ച്, ആകാശത്തെ അടച്ച്. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. 5-ാം അധ്യായം 17-ാം വാക്യം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. അപ്പോൾ
ഏലിയാവ് പ്രാർത്ഥിച്ചു, ഏലിയാവ് കൽപ്പിച്ചു മഴ പെയ്യാതിരിക്കേണ്ടതിന്. 3 സംവത്സരവും 6 മാസത്തും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. He saw miracles. ഹല്ലേലൂയ. തീയിറക്കിയ മനുഷ്യനാണ്. അല്ലെങ്കിൽ യാഗപീഠത്തിന്മേൽ കൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് തീയിറക്കിയ മനുഷ്യൻ. ഹല്ലേലൂയ. രാജ്യം നോക്കി നിൽക്കെ, ഇസ്രായേൽ നോക്കി നിൽക്കെ, ബാലിന്റെ പ്രവാചകന്മാർ നോക്കി നിൽക്കെ പ്രാർത്ഥിച്ച് തീയിറക്കിയ മനുഷ്യൻ. മറ്റൊന്ന് ഏലിയാവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അവിടെ ദൈവം പറയുന്ന 11-ാം ആദ്യം, നീ പുറത്ത് വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കുക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്ന ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവയില്ലായിരുന്നു. കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും യഹോവയില്ലായിരുന്നു. ഭൂകമ്പത്തിൻ്റെ ശേഷം ഒരു തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദു സ്വരമുണ്ടായി. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, എ സ്റ്റിൽ സ്മോൾ വോയിസ്. ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന ഗുഹാമുഖത്ത് നിന്നു. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. ഹല്ലേലൂയ, സ്തോത്രം. ആദിമപിതാക്കന്മാർ ദൈവം വാസ്തവത്തിൽ മോശയുടെ കാലത്തൊക്കെ ദൈവം ഇറങ്ങി വന്നത് പർവ്വതങ്ങളിലാണ്. അതും തീയായിട്ട് ഭൂകമ്പമായിട്ട് ഒക്കെ അവിടെ ഒക്കെ ഉണ്ടായി. അപ്പോൾ ഏലിയാവും വിചാരിച്ച് കാണും, അതുപോലെ തന്നെയാണ് ദൈവം എന്നോട്, അതിൽ നിന്നാണ് ദൈവത്തിൻ്റെ ശബ്ദം പുറപ്പെടാൻ പോകുന്ന. ദൈവം മോശയോട് സംസാരിച്ചതുപോലെ എന്നോട് സംസാരിക്കാൻ പോവുക. പക്ഷേ ഇറ്റ്സ് നോട്ട് ഓൾവേസ്. ഗോഡ് സ്പീക്സ് ടു അസ് അൺഎക്സ്പെക്റ്റഡ് വേസ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണമെന്നില്ല ദൈവം സംസാരിക്കുന്നത്. ചിലപ്പോൾ ദൈവം നമ്മളോട് സ്വപ്നത്തിൽ സംസാരിക്കാം. ചിലപ്പോൾ ദൈവം നമ്മളോടൊരു ചെറിയൊരു കുഞ്ഞിൻ്റെ വായിലൂടെ ആയിരിക്കാം ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. നമ്മൾ കേൾക്കുന്ന ഒരു മെസ്സേജിലൂടെ ആയിരിക്കും ദൈവം സംസാരിക്കുന്നത്. ഇന്ന് കേൾക്കുന്ന ഈ മെസ്സേജിലൂടെ ആയിരിക്കും ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. ദൈവത്തിന് സംസാരിക്കാൻ he has thousands ways. So always be expected. ഏത് വിധേനയും ദൈവത്തിൻ്റെ ഒരു കാർമേഘത്തിലൂടെ സംസാരിക്കാം, ഒരു ക്ലൈമറ്റിലൂടെ സംസാരിക്കാം, വെതർ കണ്ടീഷനിലൂടെ സംസാരിക്കാം, ഒരു കളറിലൂടെ സംസാരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു നമ്പറിലൂടെ പോലും ദൈവത്തിന് നമുക്ക് സംസാരിക്കാൻ കഴിയും. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. പ്രാഥമികമായ രീതിയിൽ ദൈവം സംസാരിക്കുന്ന ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന ഈ വചനത്തിലൂടെ തന്നെയാണ്. അല്ലെങ്കിൽ അങ്ങനെ അനേക വഴികളിലൂടെ ദൈവത്തിന് നമ്മൾ സംസാരിക്കാൻ കഴിയും. സോ ബി എക്സ്പെക്റ്റഡ്. ഹല്ലേലൂയ. ദൈവം ഇന്ന രീതിയിൽ മാത്രമേ, അല്ലെങ്കിൽ വചനത്തിലൂടെ മാത്രമേ, അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിലൂടെ മാത്രമേ സംസാരിക്കൂ എന്ന് നമ്മൾ വിചാരിക്കരുത്. ദൈവത്തിൻ്റെ എല്ലാം വഴികൾ തന്നെയാണ്. നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ കാണാം, ഏലിയാവ് ഒരു പ്രൊഫറ്റിക് സ്കൂൾ തന്നെ നടത്തിയിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏലിയാവിന് ശിഷ്യന്മാരുണ്ടായിരുന്നു. ഏലിയാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു എലീഷ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഹി മെന്റഡ് മെനി യങ്സ്റ്റേഴ്സ്. ഹല്ലേലൂയ. മാത്രമല്ല ആ ലെഗസി, ഏലിയാവിൻ്റെ ലെഗസി പിന്തുടരുവാൻ ഏലിയാവ് ഹല്ലേലൂയ വഴിയൊരുക്കി എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പല ചർച്ചസ് അനാഥമായി പോകുന്നത് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം മറ്റൊരു തലമുറയെ ഇരുന്ന പാസ്റ്റർ, ഹല്ലേലൂയ, സ്തോത്രം, അല്ലെങ്കിൽ വളർത്തുവാൻ മനസ്സ് കാണിക്കാതെ, അല്ലെങ്കിൽ അതിന് ഉത്സാഹം കാണിക്കാതിരുന്നതുകൊണ്ട് ഈ കോവിഡ് കാലത്തെല്ലാം നമ്മൾ കണ്ട ഒരു കാഴ്ചയാണത്. ഹല്ലേലൂയ. പാസ്റ്റേഴ്സ് മരിച്ചു, പക്ഷേ ആ സഭയിൽ അതിന്ന് മറ്റൊരു നേതൃത്വത്തിലേക്ക് കൈമാറാൻ ആളുകളില്ലാതെ സഭ സ്പ്ലിറ്റായി പോകുന്ന, അല്ലെങ്കിൽ ആ സഭ തന്നെ ഇല്ലാതായി പോകുന്ന കാഴ്ചകൾ കാണാനിടയായി. ഹല്ലേലൂയ. ഞാൻ എല്ലാ ശുശ്രൂഷകരോടും ഞാൻ ഉൾപ്പെടെ ഹല്ലേലൂയ പറയാൻ ദൈവം സംസാരിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ശേഷം മറ്റൊരു തലമുറ ഉണ്ടാകണം. ആ തലമുറയെ വളർത്തേണ്ടത്, ഈ ശുശ്രൂഷിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു തലമുറയെ വളർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. അങ്ങനെ വളർത്താതെ നിങ്ങൾ മരിക്കുന്നെങ്കിൽ, നമ്മൾ ഈ ലോകം വിട്ടു പോകുന്നെങ്കിൽ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ശുശ്രൂഷ പൂർണ്ണമാകത്തില്ല. എത്ര വലിയ ശുശ്രൂഷകരായാലും നിങ്ങൾക്കൊരു ഡിസൈപ്പിൾ ഇല്ലെങ്കിൽ, നിങ്ങൾക്കൊരു സക്സസർ ഇല്ലെങ്കിൽ, റെയ്നാർഡ് ബോങ്കെ മറ്റൊരു സക്സസറിനെ വെച്ചിട്ടാണ് മരിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ ഒരു സക്സസർ നമുക്ക് മിനിസ്ട്രി കൊണ്ട് നടക്കുവാൻ, അല്ലെങ്കിൽ മിനിസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ചർച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ, നമ്മുടെ ശുശ്രൂഷയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷ ഒരു പകുതി പരാജയം തന്നെയാണ്.
മറ്റൊന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് ഗോഡ് ഓണേഴ്സ് ഹിസ് സെർവൻറ്റ്. തനിക്ക് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്ന, തനിക്ക് വേണ്ടി ഒറ്റയ്ക്ക് ഇറങ്ങിയ മനുഷ്യനാണ് ഏലിയാവ്. ബൈബിളിൽ മരണം കൂടാതെ എടുക്കപ്പെട്ട ചുരുക്കം ചില വ്യക്തികൾ, അല്ലെങ്കിൽ 2-3 വ്യക്തികൾ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഹാനോക്കിനെ കുറിച്ച് പറയാറുണ്ട്, വ്യക്തമായിട്ട് ഹാനോക്കിനെ കുറിച്ച് പറയുന്നു. മൽക്കിസദേക്ക് എന്ന് പലരും പറയാറുണ്ട്. എബ്രായ ലേഖനത്തിലേക്ക് അതിന് ആധാരമായ വചനങ്ങളുണ്ട്. ഹല്ലേലൂയ. മറ്റൊരു വ്യക്തി ഹല്ലേലൂയ ഏലിയാവാണ്. 2 രാജാക്കന്മാർ 2:11 വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ, ഏലിയാവും സംസാരിച്ച് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. ഹല്ലേലൂയ. ഹി ഡിഡ് നോട്ട് ടേസ്റ്റ് ഡെത്ത്. ഹല്ലേലൂയ. മരണം കൂടാതെ സ്വർഗത്തിലേക്ക് കയറപ്പെട്ട ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിൻ്റെ ശക്തനായൊരു പ്രവാചകൻ. ഹാനോക്കും ശക്തനായൊരു പ്രവാചകൻ തന്നെ എന്നാണ് ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തോട് നടക്കുന്ന ചിലർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് വൻ കാര്യങ്ങളാണ്. നമ്മൾ കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ പോലും തോന്നാത്ത ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു. ഒരു ഏലിയാവിനെ പോലെ ഒറ്റയ്ക്കാണെങ്കിലും, നിങ്ങളുടെ കൂട്ടത്തിൽ ആൾക്കാരുണ്ടെങ്കിൽ നല്ലത്, ഒറ്റയ്ക്കാണെങ്കിലും ദൈവത്തിൻ്റെ നാമത്തിൽ, യഹോവയുടെ നാമത്തിലാണ്, യേശുവിൻ്റെ നാമത്തിൽ, സകല നാമത്തേക്കാൾ മേലായ യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഓർക്കണം. ഹല്ലേലൂയ. ആ ഓർമ്മയോടെ, ആ വിശ്വസ്തയോടെ, ആ വിശ്വാസത്തോടെ ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിന് വേണ്ടി നമുക്ക് നിൽക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ ഞാൻ ഏലീശയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇത് അനേകർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഒരു കമൻ്റ് ഇടുക. നിങ്ങൾക്ക് ഈ വചനം എങ്ങനെയായിരുന്നു, അനുഗ്രഹമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനലിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഒക്കെ നിങ്ങൾക്കും ഒരു അനുഗ്രഹമായിരിക്കും, ഞങ്ങൾക്കും ഒരു അനുഗ്രഹം. മറ്റെല്ലാത്തിനും അധികമായി നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുകയാണ്. ഞങ്ങൾ പല രീതിയിൽ ശുശ്രൂഷകൾ ചെയ്യുന്നു. പബ്ലിക് മീറ്റിങ്സ് ഇപ്പോൾ കേരളത്തിലെ പല സ്ഥലങ്ങളിലേക്ക് നടക്കുന്നു. ബുക്ക്ലെറ്റ്സ്, നമ്മൾ കാണുന്ന ഈ ബുക്ക്ലെറ്റ്സ് ഒക്കെ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് അനേക സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഹിന്ദിയിലും ഒക്കെ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇടയായി. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ പ്രത്യേകിച്ച് അപേക്ഷിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.